വെൽക്കം ബാക്ക് ടു അവർ ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേറ്റീവ് ആൻഡ് എൻ്റർടൈനിങ് ചാനൽ ദ ലിറ്റിൽ മെലൂസ് ഇൻ സിഡ്നി. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുനാടാണ്, ഓസ്ട്രേലിയയിലെ ഞങ്ങളുടെ കുഞ്ഞുനാട് എന്ന് പറയുന്ന ഇംഗിൾബേൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇത് ക്യാമ്പൽ ടൗൺ കൗൺസിലിൻ്റെ അണ്ടറിലുള്ള സ്ഥലമാണ്. അപ്പോൾ ആ കൗൺസിലിൻ്റെ അണ്ടറിൽ ഇവിടുത്തെ ആൾക്കാരെ എല്ലാം ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ഒരു ഫെസ്റ്റിവൽ പോലെ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഈ ഇംഗിൾബേൺ ലൈവ് എന്നാണ് അത് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് പാർട്ടായിട്ട് ഇവിടെ കുറേ റൈഡ്സും ഫുഡ് ഫെസ്റ്റും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കതെല്ലാം കാണണ്ടേ. അപ്പം നിങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുനാട്ടിലേക്ക് ക്ഷണിക്കുന്നു. അപ്പം ഇനി ആരും ഞങ്ങളുടെ ഇംഗിൾബേൺ കണ്ടിട്ടില്ല എന്ന് പറയരുത്. ഇതാണ് ഞങ്ങളുടെ ഇംഗിൾബേണിൻ്റെ ഒരു ഓവറോൾ വ്യൂ, ഒരു സൈഡ് വ്യൂ ആണ് കേട്ടോ. ഈ ഇംഗിൾബേൺ ലൈവ് എന്ന് പറഞ്ഞ എല്ലാ വർഷവും മാർച്ച് മാസത്തിലാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഇംഗിൾബേൺ വില്ലേജ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1885 കേട്ടോ. ആ ദൂരെ കാണുന്ന ട്രക്ക് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതാണ് കേട്ടോ നമ്മുടെ സ്റ്റേജ്. ഇരുവശങ്ങളിലേക്കും എക്സ്റ്റൻഷൻ കൊടുത്തുകൊണ്ട് ഇവിടെയാണ് എല്ലാ പ്രോഗ്രാംസും അരങ്ങേറുന്നത്. വിവിധ ഭാഷക്കാരുടെയും ദേശക്കാരുടെയും ആട്ടവും പാട്ടവും അങ്ങനെ എല്ലാം. നമ്മുടെ ഇന്ത്യ പ്രതിനിധീകരിച്ചുകൊണ്ട് പഞ്ചാബി ഡാൻസാണ് അരങ്ങേറിയത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇംഗിൾബേണിലെ കുഞ്ഞു കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ഒന്നിച്ചാഘോഷിക്കുന്ന ഒരു സെലിബ്രേഷൻ എന്ന് പറയാം. ഇത്രയൊക്കെ ഉള്ളോ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, എന്നാൽ ഫുഡും അവൈലബിൾ ആണ്. ഈ കാണുന്നത് നമ്മുടെ ഐസ്ക്രീം ട്രക്കാണ്. അതുപോലെ തന്നെ പല വെറൈറ്റീസിലുള്ള സ്ട്രീറ്റ് ഫുഡുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇത്രയൊക്കെ വന്നിട്ട് ഒരു ഫോട്ടോയും വീഡിയോ എടുക്കാനോ ഒരു ഏരിയ ഇല്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? അപ്പോൾ അതിനും ഉണ്ട് ഏരിയ. കണ്ടോ? ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ആൾക്കാരെ കണ്ടെത്തിയെങ്കിലോ നമ്മൾക്ക് ഒരുപാട് സന്തോഷമില്ലേ? അങ്ങനെ എമ്മയുടെ ഫ്രണ്ട്സിനെ കണ്ടു, ഞങ്ങളുടെ കുറച്ച് കസിൻസിനെയും കണ്ടു. അവരുടെ ഫോട്ടോ ഇല്ലാതായിപ്പോയി കേട്ടോ. എല്ലാം ഫ്രീ ആണ്. അതുപോലെ തന്നെ സ്ലൈം മേക്കിംഗ് ഏരിയ, ഫോട്ടോ ഷൂട്ടിംഗ് ഏരിയ എല്ലാം ഉണ്ട്. എമ്മയുടെ ഫ്രണ്ട് മിഷയുടെ കൂടെ പോയി ഫോട്ടോ ഷൂട്ട് ചെയ്തു. അതുപോലെ തന്നെ അത് അപ്പം തന്നെ പ്രിൻ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും. വളരെ ഹാപ്പി ആയിട്ട് അവരും എൻജോയ് ചെയ്തു. എമ്മയുടെ ഫ്രണ്ടിൽ നോക്ക്, അവളാൾ പൊളിയാണ്, എനിക്കിഷ്ടമായി. അതുപോലെ തന്നെ ഈ മുമ്പിലേക്ക് നോക്കിയാൽ എല്ലാ വ്യക്തിയിലും കാണാം ഒരു ഡാൻസ് മൂവ്. വെറുതെ എല്ലായിരിക്കും അവരെ ഇംഗിൾബേൺ ലൈവ് എന്ന് പറഞ്ഞ എല്ലാവരിലും ഒരു ലൈവ്ലി ഫീലുണ്ട്. നമുക്ക് നോക്കുമ്പോൾ അത് കാണാം. നമ്മുടെ മൊബൈൽ ഗെയിം തിയേറ്ററാണ്. അതുപോലെ തന്നെ പിള്ളേർക്ക് വ്യത്യസ്തങ്ങളായ പ്ലേ ഏരിയാസും ഉണ്ട്. ഇത് ഒരു ട്രാംപ്ലൈനാണ്, വിവിധ പ്രായക്കാർക്കുള്ളതാണ്. ആ കാണുന്ന പിങ്ക് സൈഡിലായിട്ട് കാണുന്നത് ചെറിയ കുട്ടികൾക്കും ഇത് വലിയ കുട്ടികൾക്കുമാണ്. എമ്മയും മിഷയും അവിടെയും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാട്ടക്കാര്യത്തിൽ എമ്മയുടെ കാര്യത്തിൽ എനിക്ക് തീരെ പിടിയില്ല. കുഞ്ഞിലേ തൊട്ടേ അവൾക്കതൊരു വശമാണ്. പക്ഷേ അവളുടെ ഫ്രണ്ടിനെ കുറച്ചു നേരം കാണാതെ പോയപ്പോൾ അവളുടെ അപ്പായ്ക്ക് ഒരു ചെറിയ ടെൻഷനൊക്കെ വന്നു. എങ്കിലും അവളും എത്തിയിട്ടോ. ഈ കാണുന്ന പോലെ പ്രായഭേദമന്യേ എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്ന ഈ പാവയെ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എബിൻ ചേട്ടനോടിപ്പം എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് വരാൻ പറയുകയാണെങ്കിൽ മുമ്പ് കണ്ടാലും ഈ അവസ്ഥയിലാണ് നോക്കുന്നത്. എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാവുന്നതല്ലേ? ഏകദേശം ആണുങ്ങളോടെല്ലാം പറയുമ്പോൾ ഈ ഒരവസ്ഥ തന്നെയല്ലേ? അങ്ങനെ പൂരവും പൊടിപൂരമായി ആഘോഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കുറേ റൈഡ്സൊക്കെ കണ്ടില്ലേ? ആ റൈഡ്സൊക്കെ പെയ്ഡാണ്, അല്ലാതെ ഒന്നും പെയ്ഡല്ല കേട്ടോ. എല്ലാം തന്നെ ഫ്രീ ആണ്, റൈഡ്സ് മാത്രം പെയ്ഡാണ്. പിന്നെ ഈ കാണുന്ന ഏരിയ ഒക്കെ ഇല്ലേ, ഇതാണ് കേട്ടോ നമ്മുടെ ഇംഗിൾബേൺ വില്ലേജ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതൊക്കെ പോട്ടെ. ഈ കാണുന്ന ഏരിയ ഇല്ലേ, ഇതെല്ലാം നമ്മുടെ പാർക്കിംഗ് സോണാണ്. ഇത് കുറച്ച് നേരത്തേക്ക് ഈ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് ഇവർ സ്പെഷ്യലായിട്ട് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ആക്ടിവിറ്റീസൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവളുടെ ആ വരം ഉണ്ടല്ലോ, അടിപൊളിയല്ലേ? നല്ല രസം. എല്ലാ റൈഡിലും കുട്ടികളുടെ സേഫ്റ്റി ചെക്ക് കഴിഞ്ഞ ശേഷം മാത്രമേ അവരെ കയറ്റാറുള്ളൂ. അവരുടെ ഹൈറ്റും അവരുടെ ഏജും ഒക്കെ തന്നെ ചെക്ക് ചെയ്യാറുണ്ട്.
അതുപോലെ തന്നെ എമ്മയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ തകർത്തടിച്ച് സ്കൂൾ ഫ്രണ്ട്സും ഡാൻസ് ഫ്രണ്ട്സും സ്വിമ്മിങ് ഫ്രണ്ട്സും അങ്ങനെ എല്ലാവരെയും കണ്ട് എൻജോയ് ചെയ്ത് തകർത്ത് അവസാനത്തെ റൈഡും തകർത്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി ആരും പറയരുത് ഞങ്ങളുടെ ഇങ്കിൾ ബേൺ കണ്ടിട്ടില്ല അറിയത്തില്ല എന്ന്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബായ്.